ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ലാത്തിക്കൂവ. ഇന്ന് ഞാനിത് പറിച്ചിരിക്കുന്നത് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കൂവ കൊണ്ടും നമുക്ക് കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഈ കൂവയെ വെള്ളക്കൂവ എന്നാട്ടോ പറയൽ. അപ്പോൾ നമുക്കിത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് ഞാനിത് കുക്കറിലിട്ടാണ് പുഴുങ്ങുന്നത്. ഒരു 7 വിസിലെങ്കിലും അടിക്കണം ഇത് വെന്ത് വരാൻ കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കേ. അപ്പോൾ ഇതാ നമ്മുടെ കൂവയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പണ്ടുള്ളവരൊക്കെ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ തലമുറ ഈ സാധനം ഒന്നും കണ്ടിട്ട് കൂടെ ഉണ്ടാവില്ല. ഇത് സമയം തെറ്റി പറിച്ചിട്ടാണോ എന്നറിയില്ല. ഇതിൽ ഒരുപാട് നാരുകളുണ്ട് കേട്ടോ കഴിക്കുമ്പോൾ. ഇതിൻ്റെ 1-2 കിഴങ്ങ് നമുക്ക് ചാക്കിൽ കുഴിച്ചിടുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ കിട്ടും കേട്ടോ. ഈ കൂവയ്ക്ക് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു കൂവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.